Stadt bla bla blub, München. Deswegen ഞാനും എൻ്റെ ലാൻഡ് ലോഡും കൂടി ഇരുന്നൊരു വയലിൻ്റെ ഒരു ഷോ നടക്കുന്നുണ്ട് നമ്മുടെ മരിയൻ പ്ലാറ്റ്സിൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോവാണ്. നമ്മുടെ ഷോ ഒരു 6:30 ഒക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ടൈം 5:15 ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ട്രെയിൻ 5:45 അപ്പം ആൾ നേരത്തെ ഇറങ്ങി. ആൾ ഡിസബിൾ ആയതുകൊണ്ട് ആൾക്ക് ഇതിലെ ഞാൻ പോകുന്ന വഴി വരാൻ പറ്റില്ല. ആൾക്ക് കറങ്ങി പോയിട്ടൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം ആൾക്ക് വരാനായിട്ട്. അപ്പോൾ ആൾ നേരത്തെ ഇറങ്ങി. ആളെന്നെ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. നേരത്തെ ഞങ്ങൾ ഒരു 1 വീക്ക് മുമ്പേ പ്ലാൻ ചെയ്താണ് പോകാനായിട്ട്. ഇന്നിപ്പം നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. അപ്പം ആൾക്കാണെങ്കിലും ആൾ റെയിൻകോട്ടൊക്കെ ഇട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആൾ വീൽ ചെയറിലായതുകൊണ്ട് ആൾക്കും ബുദ്ധിമുട്ടാണ്. നമ്മൾ കുടയൊക്കെ ആയിട്ട് പോകുന്ന പോലെ ആൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടാണ് പോയേക്കുന്നത്. നമുക്കിതിൽ എസ്പാൻ സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് അറൗണ്ട് ഒരു 5 മിനിറ്റ്സ് ഓക്കേ ഉള്ളൂ. പക്ഷെ ആൾ പോകുന്ന വഴിയെന്ന് പറയുന്നത് ആൾക്ക് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണം പോകാനായിട്ട്. അപ്പോൾ ആൾക്ക് അത്യാവശ്യം ഒരു 20 മിനിറ്റോളം എടുക്കും. അപ്പം ഇപ്പം എത്തിക്കാണും. അപ്പോൾ നമുക്ക് ചെന്നിട്ട് നോക്കാം. ആളിതുവരെ എത്തിയില്ല കേട്ടോ. ആൾ ഭയങ്കര ടോക്കറ്റീവ് ആണ്. അതുകൊണ്ട് ആളിനി വരുന്ന വഴിക്ക് ഇനി ആരെങ്കിലും കണ്ട് സംസാരിച്ച് നിൽക്കുകയാണെന്നറിയില്ല. ഏതായാലും ഇതുവരെ എത്തിയിട്ടില്ല. നമുക്കേതായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം ആൾ വരുന്നിടം വരെ. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അങ്ങേ എൻഡിലൊരു ബ്രിഡ്ജ് കാണാം. ഈ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്താണ് നമ്മുടെ ലാൻഡ് ലോഡ് വരുന്നത്. അപ്പം ഞാൻ വന്നത് ഈ വഴി കൂടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ആൾ ആ ബ്രിഡ്ജ് കയറി ആ സൈഡിലുള്ള ഈ വഴിയാണ് ആൾ വരുന്നത്. ഒരു സാധനം ഇത്രയും നാൾ ഇവിടെ നിന്നിട്ട് ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഞാനിപ്പോഴാണ് ഇത് നോട്ടീസ് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലുള്ള ഐറ്റംസ് നമുക്ക് ക്യാഷ് ഇട്ടാൽ നമുക്ക് അതിനകത്തുനിന്ന് സിഗരറ്റ്സ് ഒക്കെ എടുക്കാം. അതേപോലെ നമുക്ക് ഫുഡ് ഐറ്റംസ്, ഡ്രിങ്ക്സൊക്കെ ഇതേപോലെ തന്നെ നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാഷ് ഇട്ടാൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയാൽ നമുക്ക് അതിനകത്തുനിന്ന് ഈ ഐറ്റംസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും ഒരു ഇതായിട്ട് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ പ്രായമായവർ വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കണം അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല. ഇവിടുത്തെ ആളുകൾ കുറച്ച് സോഷ്യലാണ്. ഇതേപോലുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ടായാൽ അവർ പോകാറുണ്ട്. ഇപ്പം എൻ്റെ ലാൻഡ് തന്നെ ആൾക്ക് വയ്യാത്ത ആളാണ്. ഇപ്പം ഇവിടെ സ്പ്രിംഗ് ആണ്, റെയിനാണ്. അപ്പം ആൾ അതൊന്നും കൂട്ടാക്കാതെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിനും ആൾ പോകാറുണ്ട്. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിന് ശേഷം നമ്മുടെ എസ്ബാൻ വന്നു. നമ്മൾ നെസ് എടുത്താണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ലാൻഡ് ലോഡ് ഡിസബിൾ ആയതുകൊണ്ട് ആൾക്ക് ഡയറക്റ്റ് ഇസിൽ കയറാൻ പറ്റത്തില്ല. അപ്പം ഡ്രൈവർ ഇറങ്ങി വന്നായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ആൾ അകത്തുനിന്ന് ഒരു സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം എടുത്തിട്ട് വരും. അത് വെച്ചാണ് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി, എസിൻ്റെ അകത്ത് കയറി. അങ്ങനെ നമ്മൾ നേരെ പോകുന്ന മരിയൻ പ്ലാറ്റ്സിലോട്ടാണ്. പോണ വഴിക്ക് പുറത്തോട്ടുള്ള കാഴ്ച നല്ല ഭംഗിയായിരുന്നു. വിൻഡോയിലൂടെ ഉള്ള കാഴ്ച നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മളൊരു 30 മിനിറ്റ്സിന് ശേഷം നമ്മൾ നമ്മുടെ മരിയൻ പ്ലാറ്റ്സിലെത്തി. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. മരിയൻ പ്ലാറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ഷോർട്സ് വീഡിയോ കണ്ടവർക്കറിയാം. മരിയൻ പ്ലാറ്റ്സ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. മ്യൂണിക്കിൻ്റെ ഹൃദയഭാഗമാണ് മരിയൻ പ്ലാറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഓരോ സ്ഥലത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നാണ് ആളുകൾ ടിക്കറ്റൊക്കെ എടുക്കുന്നത്. ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള മെഷീനാണ്. നമ്മളൊക്കെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്ക് 38 യൂറോയുടെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് കിട്ടും. അപ്പോൾ 1 മന്ത് ആ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഡോയ്ച്ച്ലാൻഡ് ഫുള്ള് ആ ടിക്കറ്റ് വെച്ച് കവർ ചെയ്യാം. ഞാൻ മ്യൂണിക്കിൽ വന്ന് ഒരുപാട് തവണ മരിയൻ പ്ലാറ്റ്സ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു. അപ്പം നല്ല തണുപ്പായിരുന്നു പുറത്ത്. ഇതാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മരിയൻ പ്ലാറ്റ്സിൻ്റെ മെയിൻ പോർഷൻ. ഇവിടെയാണ് നമ്മുടെ റാത്ത് ഹൗസൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നൊരു 30 മിനിറ്റ്സ് നടന്നാലാണ് നമ്മുടെ ജാസ്പാർ എത്തുന്നത്.
അപ്പോൾ ഞങ്ങൾ നേരെ പോയത് നേരെ നടന്നു പോകുന്നത് നമ്മുടെ ജാസ്പാറിലോട്ടാണ്. ഇതാണ് ഇവിടുത്തെ റാത്ത് ഹൗസ്. ഇവിടെ ഗ്ലോക്കൻസ്പീൽ, അതേപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ഫിഷ് ബ്രൂണൻ ഒക്കെ ഇവിടെയാണ് കാണാൻ സാധിക്കുന്നത്. പോകുന്ന വഴിക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ ബോർഡൊക്കെ പിടിച്ച് ഇരിക്കുന്ന കാണാം. ഇഷ്ഹാബെ ഹുങ്കർ, ഐ ആം ഹംഗ്രി എന്നൊക്കെ പറഞ്ഞ് അവർ ഇതേപോലെ ജർമ്മനിയിൽ എഴുതിയ ബോർഡൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. ഇവർ ഉക്രൈൻ അതേപോലുള്ള സ്ഥലത്തു നിന്നൊക്കെ വന്ന റെഫ്യൂജീസാണ്. അപ്പോൾ അവർ ക്യാഷിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാരിരിക്കുന്ന പോലെയാണ് ഇതേപോലെ ബോർഡൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് ഒരുപാട് സപ്പോർട്ട് ഇവിടുത്തെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ റെഫ്യൂജീസ് ആയിട്ട് വന്ന് ഇവിടെ ലാംഗ്വേജ്, അതായത് ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് ഇവിടെ ജോലിക്ക് കയറിയ ഒരുപാട് ആളുകളെ എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഞാൻ പാർട്ട് ടൈം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്കാണെങ്കിലും ഇവിടെ ജോബ് പോയാൽ അവർക്ക് മന്ത്ലി ജോബ് പോയി എന്നുള്ളൊരിതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് 500 യൂറോ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ അവർക്ക് റെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് അതിലൂടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻ്റെ ലാൻഡ് ലോഡാണ് ആ ഫ്രണ്ട് വീൽ ചെയറിൽ പോകുന്നത്. ആൾക്ക് വീൽ ചെയറിലായതുകൊണ്ട് പെട്ടെന്ന് ആൾക്ക് പോകാം. ബട്ട് ഞാൻ നടക്കുന്നതായതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു ആളെ ഫോളോ ചെയ്യാനായിട്ട്. അപ്പം പോണ വഴിക്കാണെങ്കിലും സ്പ്രിംഗ് ഒക്കെ സ്റ്റാർട്ടായതുകൊണ്ട് ഇതേപോലെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാമായിരുന്നു, ഓരോ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ സൈഡിലും ഫ്രണ്ട് പോർഷനിലും ഒക്കെ ആയിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ 30 മിനിറ്റ്സ് നടന്ന് നമ്മൾ നമ്മുടെ ജാസ്പാറിലെത്തി. അകത്ത് കയറുന്നതിന് മുമ്പ് നമ്മൾ ഒരു 10 മിനിറ്റോളം പുറത്ത് വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പം എൻ്റെ ലാൻഡ് ലോഡിന് വീൽ ചെയർ അകത്തോട്ട് കയറ്റാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവർ അകത്തുനിന്ന് 2-3 പേര് വന്ന് ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറിയത്. ഒരുപാട് പേര് ജാസ്പാറിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ എത്തി. നമുക്ക് സീറ്റൊക്കെ സെറ്റാക്കി ഇരിക്കാനായിട്ടൊക്കെ നമ്മൾ നേരത്തെ എത്തിയായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഒരു ക്യാൻഡിൽ കൊണ്ടുവന്ന്, അവിടുത്തെ വർക്ക് ചെയ്യുന്നവർ ക്യാൻഡിൽ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ കത്തിച്ച് വെച്ചായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. ദെൻ ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളുടെ ടിക്കറ്റിന് ഏകദേശം 10 യൂറോ ആയുള്ളൂ. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും നമ്മൾ മേടിച്ച് ഓർഡർ ചെയ്ത് കഴിക്കണമെന്ന് അവിടെ നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം അവർ ഞങ്ങൾക്ക് മെനു കൊണ്ട് തന്നു. എനിക്ക് പിന്നെ ജർമ്മൻ അറിയാത്തതുകൊണ്ട് എനിക്ക് വായിച്ചിട്ടൊരു കാര്യവും മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ ലാൻഡ് ലോഡ് അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ദെൻ ഞങ്ങൾ കോക്ടെയിൽ മേടിച്ചു. പിന്നെ ഒരു നോർമൽ വാട്ടറും കൂടി ഓർഡർ ചെയ്തായിരുന്നു. നമ്മുടെ ന്യൂയോർക്കിലെ ക്ലാസിക് ജാസ്പാറുകളുടെ അതേ അനുഭവം നമ്മുടെ മ്യൂണിക്കിലും വേണമെന്ന ഉദ്ദേശത്തോടെ 1997 റാൽഫ് റാലി വോഗ്ലർ എന്ന വ്യക്തിയാണ് ഈ ജാസ്പാർ ഇവിടെ തുടങ്ങിയത്. എൻ്റെ ലാൻഡ് ലോഡിൻ്റെ ഫ്രണ്ട് കൂടിയാണ് ഇതിൻ്റെ ഓണർ എന്നാണ് പറഞ്ഞത്. ഒരുപാട് പ്രൊഫഷണൽ ജാസ് ആർട്ടിസ്റ്റുകൾ ഇവിടെ ലൈവ് പെർഫോം ചെയ്യുന്നുണ്ട്. വോൾസിലൊക്കെ ലോക്കൽ പ്ലസ് ഇൻ്റർനാഷണൽ ജാസ് മ്യൂസീഷ്യൻ്റെ ഫോട്ടോസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വോഗ്ലർ മ്യൂണിക്കിലെ ക്ലാസിക് ജാസ് ലവേഴ്സിൻ്റെ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ്. ഒരു വിൻറ്റേജ് ടച്ച് ഫീൽ ചെയ്യാനായിട്ട് അകത്ത് ഫുള്ള് ഗോൾഡൻ യെല്ലോ ഗ്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി സ്റ്റേജിനെ കുറിച്ച് പറയുമ്പോൾ അത്ര വലിയ സ്പേസ് ഉള്ള സ്റ്റേജ് അല്ല. ബട്ട് സ്റ്റേജിനെ കവർ ചെയ്ത് ടേബിൾസും ചെയേഴ്സും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ അവിടെ നിന്ന് തന്നെ മേടിച്ചിട്ട് നമുക്ക് എൻജോയ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേസ് അവർ അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിൻ എൻട്രൻസിൽ നിന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്നത് ചെറിയൊരു ബാർ സെറ്റപ്പാണ്. അതിൻ്റെ സൈഡിലത്തെ നാരോ വേയിലൂടെ അകത്തേക്ക് കയറുമ്പോഴാണ് സ്റ്റേജ്, ദെൻ നമുക്ക് ഇരിക്കാനുള്ള പ്ലേസ്. ഇപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന ആൾ ഈ ജാസ്പാറിൻ്റെ ഓണറാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ആൾ ഒരു മെയിൻ ആണെന്ന് എനിക്ക് മനസ്സിലായി സംസാരിക്കുന്നത് കേട്ടപ്പം. അപ്പോൾ ആൾ പറയുന്നത് ഇവിടുത്തെ ടിക്കറ്റിന് 10 യൂറോയേ ആയിട്ടുള്ളൂ, റേറ്റ് വളരെ കുറവായിരുന്നു. അപ്പം നിങ്ങൾ ക്യാഷ് ഉള്ളത് ബാക്കി ഈ പാത്രത്തിലിട്ടാൽ വളരെ ഉപകാരമായിരിക്കും. നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാനായിട്ടുള്ള ക്യാഷ് അതിൽ നിന്നും ആകും എന്നാണ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൾ ഭയങ്കര കോമഡി ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഷെയർ ചെയ്തത്. ദെൻ ഫൈനലി നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്തു.
മ്യൂണിക് ഗിറ്റാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫോർമർ ഡയറക്ടറായ റിനൗണ്ട് ഗിറ്റാറിസ്റ്റ് വോൾഫ് ഗാങ് സെൻ ആയിരുന്നു ഇതിൻ്റെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വന്നത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആളുടെ ഫ്രണ്ടിൽ 3 ഗിറ്റാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സോങ് കഴിയുമ്പോഴും ആ ഗിറ്റാർ മാറി മാറി എടുത്ത് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഗിറ്റാർ പ്ലേ ചെയ്യുമ്പോഴും ഓരോ സൗണ്ട്സ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. മ്യൂണിക്കിൽ തന്നെ ജാസ് ബാറും ഉണ്ട്, ജാസ് ക്ലബ്ബും ഉണ്ട്. കഴിഞ്ഞ മാസം ഞങ്ങൾ ജാസ് ക്ലബ്ബ് വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പം ജാസ് ക്ലബ്ബും ജാസ് ബാറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ജാസ് ക്ലബ്ബ് എന്ന് പറയുമ്പം അവിടെ നമുക്ക് ലൈവ് പെർഫോമൻസ് അതിന് മാത്രം ഫോക്കസ് കൊടുത്തുകൊണ്ടുള്ളൊരു സ്ഥലമാണ് ജാസ് ക്ലബ്ബ്. എന്നാൽ ജാസ് ബാർ എന്ന് പറയുമ്പം അവിടെ ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ലൈവായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് വാച്ച് ചെയ്യാനായിട്ടുള്ളൊരു സ്പോട്ടാണ് ജാസ് ബാർ. മാർച്ച് ഒരു ലാസ്റ്റ് വീക്കിലാണ് ഞാൻ ആദ്യമായിട്ട് മ്യൂണിക്കിലെ ജാസ് ക്ലബ്ബ് വിസിറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ഫ്രാൻസിലെ പാരീസിൽ നിന്നുള്ളൊരു റൈറ്റർ പ്ലസ് സിംഗറിൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ക്യാമി ബെർട്ടോൾട്ട് എന്നാണ് ആ സിംഗറിൻ്റെ പേര്. ആൾ യൂട്യൂബിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അതൊരു മസ്റ്റ് വിസിറ്റ് ഒരു ഷോ തന്നെ ആയിരുന്നു. Machen wir schon sehr. Haben wir schon. എനിക്ക് മെയിനായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇതേപോലുള്ള ജാസ് ബാർ അല്ലെങ്കിൽ ജാസ് ക്ലബ്ബുകളൊക്കെ വിസിറ്റ് ചെയ്യുമ്പം ഇവിടുത്തെ യൂറോപ്പിലെ ആളുകളുടെ അവരുടെ ഒരു കൾച്ചർ എങ്ങനെയാണ്, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ഇവർ സോങ് പകുതിയായി കഴിയുമ്പോൾ, അതായത് ആ ഷോ പകുതിയായി കഴിയുമ്പം ഇവർ പ്ലേ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ പ്ലേ ചെയ്യുന്ന നിർത്തിയിട്ട് ഇവർ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിപ്പോവും. അതായത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവരെ എല്ലാവരും കൂടി ഒരുമിച്ച് ക്ലാപ്പ് ചെയ്ത് ഇവരെ വീണ്ടും സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് വീണ്ടും പ്ലേ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളെപ്പോലുള്ള ഇൻ്റർനാഷണലായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യണമെന്നില്ല. നമ്മൾ വിചാരിക്കും ഷോ കഴിഞ്ഞിട്ട് ഇവർ നിർത്തി പോവുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഏകദേശം ഒരു 10:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഷോ കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡൊക്കെ മേടിച്ചതിൻ്റെ ക്യാഷ് പേ ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു. സോ നമ്മുടെ ഗിറ്റാർ ഷോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.